നമസ്കാരം. പ്രതികൂലമായ കാലാവസ്ഥയാണ് പല സ്ഥലങ്ങളിലും. എങ്കിലും ഞാൻ മഹാദേവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം തന്നെ സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുന്നു എന്നു വിശ്വാസത്തോടു കൂടി 2025 ജൂൺ മാസം 28 ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളും അതുപോലെ തന്നെ കണ്ടകശനിയുള്ളവർ ശനിയാഴ്ച ദിവസം ചെയ്യേണ്ട കാര്യങ്ങളും ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നു. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. 2025 ജൂൺ മാസം 28 ശനിയാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ 1200 ആണ്ട് മിഥുനമാസം 14 ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ആഷാഢമാസം 7 സൂര്യോദയ സമയം രാവിലെ 6:11, അസ്തമയം വൈകുന്നേരം 6:40. ഉദയാൽപരം തിഥി തൃതീയ തിഥിയാണ്. തൃതീയ തിഥി ശനിയാഴ്ച രാവിലെ 9:58 വരെ ഉണ്ടായിരിക്കും. തൃതീയ തിഥി കഴിഞ്ഞാൽ പിന്നെ ചതുർത്ഥി തിഥിയാണ്. ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം പൂയ നക്ഷത്രമാണ്. പൂയ നക്ഷത്രം ശനിയാഴ്ച രാവിലെ 6:37 വരെയുള്ളൂ. പിന്നീട് ആയില്യ നക്ഷത്രമാണ് ആരംഭിക്കുക. അപ്പോൾ ശനിയാഴ്ച രാവിലെ 6:37 കൊണ്ട് പൂയ നക്ഷത്രം അവസാനിക്കും. പിന്നീട് 6:37 മുതൽ ആയില്യ നക്ഷത്രം ആരംഭിക്കുകയാണ്. ആയില്യ നക്ഷത്രം അവസാനിക്കുന്നത് ഞായറാഴ്ച രാവിലെ 6:36 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ കർക്കിടകക്കുറിൽപ്പെട്ട ആയില്യ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ആയില്യ നക്ഷത്രം ആരംഭിക്കുന്നത് ശനിയാഴ്ച രാവിലെ 6:37 അവസാനിക്കുന്നത് ഞായറാഴ്ച രാവിലെ 6:36. അപ്പോൾ ശനിയാഴ്ച ദിവസം ആയില്യ നക്ഷത്രം 27 നക്ഷത്ര ജാതകരെയും സ്വാധീനിച്ച് നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ കൊടുക്കുന്നു. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുക എന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം. അപ്പോൾ ആയില്യ നക്ഷത്രപ്രകാരം ശനിയാഴ്ച ദിവസം നേട്ടങ്ങൾ വന്നു ചേരുന്ന നാളുകാർ തിരുവാതിര, രോഹിണി, രേവതി, അശ്വതി, അനിഴം, തൃക്കേട്ട, പൂയം. അപ്പോൾ ഇത്രയും നാളുകാർക്ക് നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തിരുവാതിര, രോഹിണി, രേവതി, അശ്വതി, അനിഴം, തൃക്കേട്ട, പൂയം ഇത്രയും നാളുകാർക്ക് നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ താല്പര്യപ്പെടണം എന്ന് ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ 1000-ലധികം വീഡിയോ ഞാൻ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്തു. എനിക്ക് ഏകദേശം 20,000-ലധികം 22,000-ഓളം അടുക്കുന്നു സബ്സ്ക്രൈബേഴ്സ്. പോരാ, 1000-ലധികം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നാളുകൊണ്ട് എനിക്കൊരു 40,000 സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടേണ്ടതാണ് 1000 വീഡിയോ ചെയ്തപ്പോൾ. സാധാരണ ഈ പാചകത്തിൻ്റെയൊക്കെ വീഡിയോ, കുക്കിംഗ് വീഡിയോ, അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഒരു വീഡിയോ ഒക്കെ കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നുണ്ട്. എൻ്റെ ഇത് കണ്ടൻറ്റ് ജ്യോതിഷമായതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായിട്ടുള്ളത്. 1000-ലധികം വീഡിയോ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. യൂട്യൂബിനകത്ത് എൻ്റെ കണക്കൊക്കെ ഉണ്ട്. 1000-ലധികം വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വീഡിയോ മറ്റൊരു കണ്ടൻറ്റ് വെച്ച് ചെയ്യുമായിരുന്നെങ്കിൽ നല്ല വരുമാനം കിട്ടിയേനെയും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരുപാട് കിട്ടിയേനെയും. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ കുറച്ച് സ്ഥിരം ആൾക്കാരുണ്ട്. അവർ തന്നെയാണ് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ എനിക്കറിയാം. എങ്കിലും പുതുതായിട്ട് കാണുന്നവർ ആത്മാർത്ഥമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക. തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം ലഭിക്കും. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടു കൂടി ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാനും ശ്രമിക്കുക. ഈ ലൈക്കൊക്കെ നൽകുന്നത് യൂട്യൂബുകാർ ശ്രദ്ധിക്കും, എത്ര ലൈക്കൊക്കെ ആൾക്കാർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ആ വീഡിയോയ്ക്ക് ഒരു നിലവാരം യൂട്യൂബുകാർ കൽപ്പിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരോട് പറയുന്നത്, പ്രിയപ്പെട്ടവരൊക്കെ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ അങ്ങ് വീഡിയോ കാണുക. അപ്പം നമ്മൾ ഒരു വേണ്ടപ്പെട്ട ഒരാളെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ അപ്പോൾ ഗുഡ് മോർണിംഗ് പറയും, ചിലർ കൈ കൊടുത്ത് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യും, വന്ദനം പറയും, നമസ്കാരം പറയും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ പ്രിയപ്പെട്ടവർ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു ലൈക്ക് ഇടിച്ച് നമസ്കാരം പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്താൽ മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം. അപ്പോൾ ശനിയാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. ഇനി ശനിയാഴ്ച ദിവസം ഈ ആയില്യ നക്ഷത്രം പ്രതികൂലമായി ബാധിക്കുന്നത് കൊണ്ട് ഏതൊക്കെ നാളുകാർക്കാണ് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുള്ളത് എന്ന് പറഞ്ഞുതരാം. മൂലം, പൂരാടം, ഉത്രാടം, കാല്, പുണർദം, മകയിരം, കാർത്തിക. അപ്പോൾ ഇത്രയും നാളുകാർ സൂക്ഷിക്കണം. ശനിയാഴ്ച ദിവസം ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കണ്ടകശനി
ഈ ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാർക്കുണ്ട്. അപ്പോൾ ശനിയാഴ്ച ദിവസം ശനിയുടെ ദിവസമാണ്. ശനീശ്വരനെ കോപിച്ചാൽ ചിലപ്പോൾ ഈ നാളുകാർക്ക്, ശനീശ്വരൻ കോപിച്ചാൽ എന്ന് പറഞ്ഞാൽ ജനിച്ചപ്പോൾ, ഈ നാളുകാരൊക്കെ ജനിച്ചപ്പോൾ ശനി അനുകൂലമായിട്ടുള്ളൊരു ഗ്രഹമാണെങ്കിൽ കണ്ടകശനിയുടെ ദോഷമൊന്നും വരത്തില്ല. അല്ലാത്തവർക്ക് ചിലപ്പോൾ അനിഷ്ടഭാവത്തിലാണ് ഗ്രഹനിലയിലുള്ളതെങ്കിൽ ചിലപ്പോൾ ശനിയാഴ്ച ദിവസം ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ശനിയാഴ്ച ദിവസം ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് പറയുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ കണ്ടകശനി ഉള്ളവർ ശനിയാഴ്ച ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. കണ്ടകശനി ആർക്കൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞുതരാം. മിഥുനക്കുറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർദം, മുക്കാൽ നാളുകാർക്ക് കണ്ടകശനിയുണ്ട്. 10ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. കേന്ദ്രഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. കണ്ടകശനിയാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ജനിച്ച സമയത്ത് ദോഷം ചെയ്യാത്ത ഒരു ഗ്രഹമായിട്ടാണ് ഗ്രഹനിലയിൽ ശനി ഉള്ളതെങ്കിൽ കണ്ടകശനിയുടേതായിട്ടുള്ള ദോഷമൊന്നും വരത്തില്ല. അപ്പോൾ ജനിച്ച സമയത്ത് അനിഷ്ടഭാവസ്ഥിതനാണ് ശനിയെങ്കിൽ, ശത്രുതയൊക്കെ ഉള്ളൊരു ഗ്രഹമായിട്ടാണ് ശനി നിൽക്കുന്നതെങ്കിൽ ഈ മിഥുനക്കുറുകാർക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. തൊഴിൽ മേഖലയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. തൊഴിൽ നഷ്ടപ്പെടാം, തൊഴിലിന് പോകാതിരിക്കാം, അലസത തോന്നാം, മടി തോന്നാം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും. അപ്പം പെട്ടെന്ന് ജോലിയോടുള്ള ഒരു വിരക്തി തോന്നും. എന്ന് പറഞ്ഞാൽ എന്താണ്, ജോലിക്ക് പോകാൻ ഒരു മടി തോന്നും, വീട് വിട്ട് ഇറങ്ങത്തില്ല. അപ്പോൾ ആരെങ്കിലും പറയും, ആരാണ്ടൊക്കെ ചെയ്തതാണ്, അതുകൊണ്ടാണ് ഇത്രയും നാളും ജോലിക്ക് പോകേണ്ടിരുന്ന ആ ചെറുക്കൻ ഇപ്പം ജോലിക്ക് പോകത്തില്ല, അപ്പോൾ വീട്ടിൽ കയറി ഇരിപ്പാ, ആരാണ്ട് എന്തോ ചെയ്തു എന്നും പറഞ്ഞ് അതിൻ്റെ പുറകെ പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നു, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്, തെറ്റായ ചിന്താഗതികളൊന്നും മനസ്സിലേക്ക് വരരുത്. ഈ ശനി 10ാം ഭാവത്തിൽ, കേന്ദ്രഭാവത്തിൽ ശനി നിന്നാൽ ദോഷം ചെയ്യുന്നൊരു ഗ്രഹമാണ്. 10ാം ഭാവം എന്ന് പറഞ്ഞാൽ ശുഭഗ്രഹം നിൽക്കേണ്ട ഒരു ഭാവമാണ് 10ാം ഭാവം. അവിടെ ഒരു പാപഗ്രഹമായ ശനി വന്ന് നിൽക്കുന്നത് നല്ലതല്ല. അതുകൊണ്ടാണ് ജ്യോതിഷാചാര്യന്മാർ 10ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് നല്ലതല്ല, കണ്ടകശനിയാണ്, കൊണ്ടേ പോവുള്ളൂ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. തൊഴിൽ മേഖല സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും. തൊഴിലിന് പോയില്ലെങ്കിൽ വരുമാനമില്ല, വരുമാനം ഇല്ലാതിരുമ്പോൾ വീട് പട്ടിണിയാകും, വീട് പട്ടിണിയാകുമ്പം നാട്ടിൽ കടം മേടിക്കും, നാട്ടിൽ കടം മേടിച്ചാൽ കൊടുക്കാൻ പറ്റാതെ നാട്ടുകാർ, വീട്ടുകാരും, ബന്ധുക്കാരും, ശത്രുക്കളും, ബാങ്കുകാരും, ബ്ലേഡുകാരും എല്ലാം വന്ന് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകാതെ അതിന് പരിഹാരം ചെയ്യുക. എന്താണ് പരിഹാരം ചെയ്യേണ്ടത്? ശനിയാഴ്ച ദിവസം ശനീശ്വരൻ്റെ ക്ഷേത്രങ്ങളിൽ പോയി നീരാഞ്ജനം ഉൾപ്പെടെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക. ശനീശ്വരനെ പ്രീതിപ്പെടുത്തുക. അപ്പോൾ പ്രാർത്ഥിക്കണം. ഓടിച്ചെന്ന് വഴിപാട് ചെയ്തിട്ട് പോന്നാൽ പോരാ, ചെല്ലുമ്പോൾ അവിടെ പോയി നിന്ന് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം. ഹൃദയം തകർന്ന്, മനം നൊന്ത്, കണ്ണുനീരോടി പ്രാർത്ഥിക്കണം. എൻ്റെ തൊഴിൽ മേഖലയിൽ പ്രശ്നങ്ങളാണ്, എനിക്ക് തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങളെല്ലാം മാറ്റിത്തരണം, എനിക്ക് സുഖമായിട്ട് ജോലി ചെയ്യാൻ കഴിയണം, എൻ്റെ കുടുംബം പുലർത്താൻ കഴിയണം, എൻ്റെ മക്കൾക്ക് ചിലവിന് കൊടുക്കാൻ കഴിയണം, എൻ്റെ വീട്ടുകാര്യങ്ങളെ നോക്കാൻ കഴിയണം. അപ്പോൾ അങ്ങനെ ഓരോ വിഷയങ്ങളും എണ്ണി എണ്ണി പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വഴിപാട് ചെയ്തിട്ട് വീട്ടിൽ പോകേണ്ടത്. സാധാരണ എല്ലാവരും ഈ നീരാഞ്ജനം വഴിപാട്, ജ്യോത്സ്യന്മാരൊക്കെ പറയും ശനിയാഴ്ച ദിവസം പോയി ക്ഷേത്രത്തിൽ പോയി ഒരു നീരാഞ്ജനം അങ്ങ് നടത്തിയാൽ മതി എന്ന് പറയും. പിറ്റേ ദിവസം രാവിലെ ബൈക്ക് എടുത്ത് ക്ഷേത്രത്തിൽ പോയി അങ്ങോട്ട് ചെന്ന് എന്തിനാ വന്നേ, ഒരു നീരാഞ്ജനം, പേരും നാളും പറഞ്ഞു വീട്ടിൽ പോയി. അങ്ങനെയൊന്നും നീരാഞ്ജനം വഴിപാട് ചെയ്തിട്ട് കാര്യമില്ല. അവിടെ പോയി എന്തിനാണ് നമ്മൾ ചെന്നത്? നമ്മൾ ഭഗവാനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി, ശനീശ്വരനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ്, അയ്യപ്പനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ് ചെന്നത്. അപ്പോൾ അവിടെ നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ ആവശ്യങ്ങൾ അവിടെ പറയണം, നമ്മുടെ മനസ്സവിടെ സമർപ്പിക്കണം. അങ്ങനെയൊക്കെ പ്രാർത്ഥനയൊക്കെ ചെയ്തതിന് ശേഷം വഴിപാടുകൾ ചെയ്യുക. അല്ലെങ്കിൽ വഴിപാടുകളൊക്കെ ചെയ്ത് പ്രസാദിപ്പിച്ചതിന് ശേഷം പ്രാർത്ഥിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ അതിന് ഫലമുണ്ടാകുകയുള്ളൂ. അല്ലാതെ ജ്യോത്സ്യം പറഞ്ഞെന്നും പറഞ്ഞ് ഒരു നീരാഞ്ജനം നടത്തിയേക്കെന്നും പറഞ്ഞു 50 രൂപയും കൊടുത്തിട്ട് വീട്ടിൽ പോന്നു കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് എന്താ, ജ്യോത്സ്യനോ, അതൊക്കെ തട്ടിപ്പാ. ഇന്നാളൊരു ജ്യോത്സ്യം പറഞ്ഞു, ഞാൻ കുറേ നാൾ അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്തു, ഒരു ഗുണവും കിട്ടിയില്ല. അപ്പോൾ മനസ്സിലാക്കണം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ മാത്രമേ അതിന് ഫലമുണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. ക്ഷേത്രം എന്ന് പറയുന്നത് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള നമ്മുടെ ഒരു സങ്കേത സ്ഥലമാണ്, നമുക്ക് അഭയം തരുന്നൊരു സ്ഥാനമാണ് ക്ഷേത്രം. അപ്പോൾ അവിടെ പോയി നമ്മൾ അഭയം ചോദിക്കണം, സഹായം ചോദിക്കണം. അല്ലാതെ ഇന്ന് അരിനോട്ടെന്നും പറഞ്ഞ് അവിടെ കൊടുത്തിട്ട് പോന്നാൽ ഒന്നും നടക്കത്തില്ല. ചിലരൊക്കെ എന്നോട് പറയും, ഞാൻ 10-20 വർഷമായിട്ട് ക്ഷേത്രത്തിൽ പോകുന്ന ആളാണ്, എനിക്ക് ഒരു നേട്ടം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയും പറയുന്നവരുണ്ട്. പക്ഷേ അതൊന്നും എനിക്കറിയത്തില്ല, എന്തുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല.
അപ്പോൾ അത് ഞാൻ ഈ പറയുന്ന രീതിയിൽ വേണം കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ എന്നുള്ള കാര്യം പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. അത് ഈ കണ്ടകശനിയുടെ അനുഭവദോഷമുള്ള മിഥുനക്കുറുകാരും കന്നിക്കുറുകാരും ധനുക്കുറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽനാളുകാരും ജന്മശനിയുടെ ദോഷമുള്ള മീനക്കുറുകാരും ഇങ്ങനെയൊക്കെ ചെയ്യണം. ക്ഷേത്രങ്ങളിൽ പോയി ശനീശ്വരൻ്റെ ക്ഷേത്രങ്ങളിൽ പോയി ശനിയാഴ്ച ദിവസം നീരാഞ്ജനം ഉൾപ്പെടെയുള്ള വഴിപാടുകൾ ചെയ്യുക, പ്രാർത്ഥിക്കുക. നിങ്ങൾ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച കാര്യങ്ങൾ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചതിന് ശേഷമേ നിങ്ങൾ വീട്ടിൽ പോരാവുള്ളൂ. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ശുദ്ധിയോടുകൂടി പോകണം. തലേ ദിവസം തന്നെ അതിനുവേണ്ടി ഒരു ഒരുക്കം അല്ലെങ്കിൽ ഒരു ക്രമീകരണം ഉണ്ടാക്കിയെടുത്ത് വേണം ക്ഷേത്രത്തിൽ പോകാൻ. അപ്പോൾ തലേദിവസം മുമ്പേ എനിക്ക് നാളെ ക്ഷേത്രത്തിൽ പോകാനുള്ളതാണെന്നുള്ള ഒരു ചിന്തയോടുകൂടി ജീവിച്ച് വേണം ക്ഷേത്രത്തിൽ പോകാൻ. അത് ക്രിസ്ത്യാനികൾ പള്ളിയിൽ പോകുന്നത് ഉപവസിച്ച് വേണം പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുവാൻ. എങ്കിൽ മാത്രമേ അതിനൊരു നേട്ടം കിട്ടത്തുള്ളൂ. മോസ്കിൽ പോയാലും അവർ ഉപവാസത്തോടും അതുപോലെ തന്നെ ആഹാരമൊക്കെ വെടിഞ്ഞു ഒക്കെയാണ് അവിടെ പോയി പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റേതായ ഫലം തീർച്ചയായിട്ടും ഉണ്ടാകും. അതുപോലെ തന്നെ സാധുക്കളെ സഹായിക്കുക, വൃദ്ധജനങ്ങളെ സഹായിക്കുക, അവർക്ക് അന്നദാനം നൽകുക, അവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുക, അവർക്ക് കൈനീട്ടം കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശനീശ്വരൻ പ്രസാദിക്കും. കണ്ടകശനിയുടേതായിട്ടുള്ള യാതൊരുവിധ ദോഷങ്ങളും ആർക്കും ഉണ്ടാകത്തില്ല. അപ്പം പ്രായമായവർക്കൊക്കെ അവർക്ക് വയറ് നിറയെ ആഹാരം കൊടുക്കുക, അവർക്കൊരു പുതിയ വസ്ത്രം കൊടുക്കുക, ഒരു കൈനീട്ടം കൊടുക്കുക, എന്നിട്ട് അവരെ കൊണ്ട് തലയിൽ കൈവച്ച് ഒന്ന് അനുഗ്രഹിക്കാൻ ബ്ലെസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശനീശ്വരൻ്റേതായിട്ടുള്ള അനുഗ്രഹവും വന്നു ചേരും. കണ്ടകശനിയുടേതായിട്ടുള്ള ഒരു ദോഷവും വരത്തില്ല. അല്ലാത്ത പക്ഷം എല്ലാവരും പറയുന്ന പോലെ കണ്ടകശനി ചിലപ്പം കൊണ്ടേ പോകുമെന്ന് പറഞ്ഞതുപോലെയൊക്കെയുള്ള അനുഭവത്തിൽ കൈയും കാലും തല്ലി ഓടിക്കുവോ അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് വീണോ എന്തെങ്കിലുമൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടാക്കി ജോലിക്ക് പോകാൻ പറ്റാത്തതും കുടുംബ സംബന്ധമായിട്ടുള്ളതും ഭാര്യയും ഭർത്താവും സംബന്ധമായിട്ടുള്ള ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ടവർ അത് ചെയ്യണം. അങ്ങനെ വേണം മുമ്പോട്ട് പോകാൻ. ഇനിയും പറഞ്ഞു തരുന്ന കാര്യം, ശനിയാഴ്ച ദിവസം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശുഭസമയം നോക്കി ചെയ്യണം. അപ്പോൾ അതിനുള്ള ശുഭസമയമാണ് പറഞ്ഞു തരുന്നത്. ശനിയാഴ്ച ദിവസം രാവിലെ 7:41 മുതൽ 9:11 വരെയുള്ള സമയത്ത് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. നല്ല സമയമാണ്, ശുഭസമയമാണ്. പിന്നീട് 10:41 മുതൽ ഉച്ചയ്ക്ക് 12:24 വരെയുള്ള സമയം നോക്കി പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. വീണ്ടും ഉച്ച കഴിഞ്ഞ് 1:41 മുതൽ 5:11 വരെയുള്ള സമയം ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ചിരിക്കുന്നു. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഈ സമയത്തൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക. ഇനിയും സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 28 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 1 വരും. 28നെ 2 + 8 = 10, 10നെ 1 + 0 = 1. അങ്ങനെ ഏതൊരു മാസത്തെയും 1, 10, 19, 28 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. മഞ്ഞ, ഇളം നീല, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ അവരെ തേടി വരും എന്നും സംഖ്യാജ്യോതിഷം പറയുന്നുണ്ട്. ഇനിയും പറയുന്നത്, ശനിയാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളതാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ശനിയാഴ്ച ദിവസം പൂയം, രേവതി, കാർത്തിക, തിരുവാതിര, ആയില്യം, ഉത്രം, ചോതി, കേട്ട, ഉത്രാടം, ചതയം. അപ്പോൾ ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം. എന്നാ പ്രതികൂലമായ കാലാവസ്ഥ ആണെന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ നാളുകാർക്ക് ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള ഒരു ആവശ്യം അവർക്ക് തടസ്സമില്ലാതെ നടന്നു കിട്ടുന്നൊരു ദിവസമാണ്. ധനവിഷയം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ്. കടം ചോദിച്ചാലും കിട്ടും. അങ്ങനെയുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ഏതൊക്കെ നാളുകാർക്കാണ്? പൂയം, രേവതി, കാർത്തിക, തിരുവാതിര, ആയില്യം, ഉത്രം, ചോതി, കേട്ട, ഉത്രാടം, ചതയം. അപ്പോൾ ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് തന്ന് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. മഹാദേവൻ്റെ സംരക്ഷണത്താൽ എല്ലാവരും ഭദ്രമായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.